പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ മാനത്ത് ശൗവാലിൻ പിറ കണ്ടല്ലോ. ചെറിയ പെരുന്നാളിൻ എല്ലാവർക്കും പെരുന്നാൾ ആശംസ. 30 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ലോകമെമ്പാടും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മീഡിയ വൺ ഇവിടെ നിങ്ങൾക്കായി, മലയാളികൾക്കായി ഒരു പാട്ട് സദ്യ ഒരുക്കുകയാണ്. ഈ പരിപാടിയുടെ പേര് തന്നെ അപ്പപ്പാട്ടുകൾ എന്നാണ്. പേരിൽ നിന്നൊരു പക്ഷേ ഊഹിക്കുന്നത് പോലെ അപ്പത്തെക്കുറിച്ചുള്ള കുറേ പാട്ടുകൾ മാത്രമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് വലിയൊരു ചിന്ത കൂടിയാണ് മീഡിയ വൺ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി മലയാളിയുടെ തലച്ചോറിലേക്കും വിളമ്പുന്ന സദ്യയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. ഈ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആഘോഷത്തിൻ്റെ, ഈ സംസ്കാരത്തിൻ്റെ ചില അടയാളങ്ങളെ ഓർമ്മിക്കുകയാണ് നമ്മളിപ്പോൾ. ഈ സംസ്കാരത്തിൻ്റെ രുചിഭേദങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഇന്ന് നമുക്ക് കേരളത്തിൽ ഏറ്റവും ആശ്രയിക്കാവുന്ന മഹാവ്യക്തിത്വമാണ് ശ്രീ VM കുട്ടി മാസ്റ്റർ. അസ്സലാമു അലൈക്കും മാസ്റ്റർ. വഅലൈക്കും അസ്സലാം. പെരുന്നാളോടനുബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ശൃംഗാരമുണ്ട്, രതിയുണ്ട്, വിപ്ലവമുണ്ട്, സ്വാതന്ത്ര്യ സമരാഹ്വാനമുണ്ട്, ഇസ്ലാമിക ചരിത്രമുണ്ട്. അതിൽ സ്പർശിക്കാത്ത മനുഷ്യ ഗന്ധിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിൽ സ്പർശിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എനിക്ക് തോന്നുന്നത് ഭക്ഷണം, അല്ലെങ്കിൽ അമ്മായിപ്പാട്ട്, അല്ലെങ്കിൽ അപ്പപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ശാഖ. ആ ശാഖയെക്കുറിച്ചാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടി മാസ്റ്റർക്കും എനിക്കും നമ്മൾ ഈ കുട്ടികൾക്ക് കൂടി ആ അപ്പപ്പാട്ടിൻ്റെ അടുക്കളയിലേക്ക് ഒന്ന് പ്രവേശിക്കാം എന്നെനിക്ക് തോന്നുന്നു. മലബാർ മാപ്പിളമാരുടെ ഇടയിൽ കല്യാണത്തോടനുബന്ധിച്ചു പലവിധ ആചാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകളും നിലനിന്നിരുന്നു പഴയ കാലം മുതൽക്ക് തന്നെ. അതിലൊരു പ്രധാനപ്പെട്ടത് കല്യാണം അപ്പപ്പാട്ടുകൾ തന്നെയാണ്. ഈ പാട്ടുകൾക്കും ആചാരങ്ങൾക്കും എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് പറയാനോ ആർക്കും സാധ്യമല്ല. അത്രയും മാപ്പിളമാരുടെ ഉത്ഭവം കേരളത്തിൽ എന്ന് ഉത്ഭവം ഉണ്ടായോ അന്ന് മുതൽക്ക് തന്നെ ഈ ആചാരങ്ങളെല്ലാം നിലനിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഇന്നും പഴയ പാട്ടുകൾക്ക് പുറമെ ഇന്നും ഈ കാലഘട്ടത്തിലും ഈ അപ്പപ്പാട്ട് നിലനിൽക്കുന്നു. ഈ 972 PK കുട്ടിയാലി എന്ന് പറയുന്ന ഒരു കവി ഈ അപ്പത്തരങ്ങളെക്കുറിച്ചിട്ടും അമ്മായി സൽക്കാരത്തെക്കുറിച്ചിട്ടും പാടി എഴുതി പ്രചരിപ്പിച്ചിരുന്നു. അപ്പത്തരങ്ങളെല്ലാം ചുട്ടമ്മായി എന്ന് പറയുന്ന ഒരു ഗാനം. അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ടുവച്ചത് പുതുമാരനിക്കായി. എന്തെല്ലാം ഏതെല്ലാം അപ്പത്തരം എണ്ണാലോടുങ്ങാത്തോരപ്പത്തരം. അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ടുവച്ചത് പുതുമാരനിക്കായി. എന്തെല്ലാം ഏതെല്ലാം അപ്പത്തരം എണ്ണാലോടുങ്ങാത്തോരപ്പത്തരം. അപ്പമെല്ലാം എടുത്തെടുത്ത് അരനിറയെ നിരത്തി വെച്ച് ആറ്റലായ മാരൻ വന്ന് കേറും മുമ്പേ ഓടിച്ചെന്ന് നിങ്ങളിരിക്കും പറഞ്ഞുകൊണ്ട് പുതുമാരനെ ഇരിപ്പിക്കുന്ന പൊന്നമ്മായി, നല്ല പൊന്നാരമ്മായി, മരന്റെ കരളമ്മായി. അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ടുവച്ചത് പുതുമാരനിക്കായി. എന്തെല്ലാം ഏതെല്ലാം അപ്പത്തരം എണ്ണാലോടുങ്ങാത്തോരപ്പത്തരം. പെട്ടിയപ്പം പൊക്കുള്ള കാരയപ്പം ഊരിലടു വണ്ടിയുണ്ട ഊതി പറഞ്ഞതായ മണ്ട. പെട്ടിയപ്പം പൊക്കുള്ള കാരയപ്പം ഊരിലടു
കഞ്ഞി വേറെ നെയ്യൊഴിച്ച് കസയിലാക്കി നേരത്തോടെ കൊണ്ടുവച്ച് ഇരിക്കും നിങ്ങളിരിക്കും പറഞ്ഞുകൊണ്ട് പുതുമാരനെ സൽക്കരിക്കും പൊന്നമ്മായി നല്ല പൊന്നാരമ്മായി മാരന്റെ കരളമ്മായി അപ്പത്തരങ്ങളെല്ലാം പൂമാരമായി അമ്മായി ചുറ്റുവച്ചത് പുതുമാരണിക്കായി ഇന്നെല്ലാം ഏതെല്ലാം അപ്പത്തരം എഞ്ഞാലോടുങ്ങാത്തോരപ്പത്തരം അപ്പത്തരങ്ങളെല്ലാം പൂമാരമായി അമ്മായി ചുറ്റുവച്ചത് പുതുമാരണിക്കായി ഇന്നെല്ലാം ഏതെല്ലാം അപ്പത്തരം എഞ്ഞാലോടുങ്ങാത്തോരപ്പത്തരം. മാഷെ ഈ പാട്ട് ഏതാണ്ട് 72 കാലഘട്ടത്തിലാണെന്ന് മാഷ് പറഞ്ഞുവല്ലോ. ആ പാട്ടിന് മുമ്പേ ഒരുപാട് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ നാവിൽ ഒരുപാട് വെള്ളം ഊറിയിട്ടുണ്ട് എല്ലാവർക്കും അല്ലേ. അതിന് മുമ്പേ പല പാട്ടുകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഉണ്ടെന്ന് മാഷ് നേരത്തെ പറഞ്ഞല്ലോ. സബീന പാട്ടുകളായിട്ട് അതുപോലെ അറബി മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പാട്ടുകളായിട്ട് ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ. പഴയ കാലം മുതൽക്ക് തന്നെ അറബി മലയാള ലിപികളിലുള്ള സബീന പാട്ടുകൾ വിൽപ്പനക്ക് ഉണ്ടാവുമായിരുന്നു. പഴയ മുസ്ലിം വീടുകളിൽ ഓരോ വീടുകളിലും ഈ തരം പാട്ടുകൾ ഉണ്ടാവുമായിരുന്നു. ഇത് അറബി മലയാളത്തിലാണ്. ജീവിതത്തിന് തന്നെ അവരുടെ ഒരു ജീവിതത്തിന് ഒരു താളമുണ്ട് അല്ലേ, ആ താളത്തിലെ പാട്ടുകളുണ്ട്. പാട്ടുകളിലുണ്ട് അവരുടെ ഭാഷ, അവരുടെ വാമൊഴി, അവരുടെ ലിപിയിലായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത്. പഴയ കാലത്ത് മുസ്ലിങ്ങൾക്ക് മലയാള ഭാഷ നിഷിദ്ധമായിരുന്നു. അതുകൊണ്ട് അവർ സംസാരിക്കുന്ന ഭാഷ അറബി ലിപി എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അറബി ലിപിയിൽ സംസാരിക്കുന്ന ഭാഷ എഴുതി, അങ്ങനെയാണ് അറബി മലയാള ലിപി. പഴയ കാലത്ത് മുസ്ലിങ്ങളുടെ വീടുകളിലും അറബി മലയാളം വായിക്കാൻ അറിയാത്തവരുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അവരുടെ ലിപികളിൽ എഴുതിയിട്ടുള്ള ഈ അമ്മായി പാട്ടുകളാണ് പഴയ കാലത്ത് പ്രചരിച്ചിരുന്നത്. ഈ പാട്ടുകൾ എല്ലാവർക്കും അറിയാമായിരുന്നു പഴയ കാലത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ അപ്പങ്ങളെല്ലാം കൂമ്പാരമായി എന്നുള്ള പാട്ട് പാടിയല്ലോ. അപ്പോൾ അതിന് ഇനിയൊരു പാട്ട്, ആ സബീന പാട്ടിൽ നിന്നൊരു പാട്ട്, ആ അമ്മായി പാട്ടിൽ നിന്നൊരു പാട്ട്, പ്രാചീനമായൊരു പാട്ട് മാഷ് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു വൈവിധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മറ്റൊരു താളത്തിലൂടി ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആ മറ്റൊരു താളത്തിലുള്ളൊരു പാട്ട് തിരഞ്ഞെടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. നോക്കാം. മടമടക്കെ പത്തലെന്നിവ അതിനിഷ്ടമാരണങ്ങൾ മധുരപ്പം പത്തലും കോയി പത്തലും കോയിപ്പുഴിയും. മടമടക്കെ പത്തലെന്നിവ അതിനിഷ്ടമാരണങ്ങൾ മധുരപ്പം പത്തലും കോയി പത്തലും കോയിപ്പുഴിയും. ചുടു ചീപ്പപ്പവും പൂവപ്പവും കൊഞ്ചാരപ്പാറ്റ പെട്ട് കോയി പിഞ്ഞാണത്തപ്പം ഓട്ടിറോണി പെട്ടിയപ്പം. ചുടു ചീപ്പപ്പവും പൂവപ്പവും പഞ്ചാരപ്പാറ്റ പെട്ട് കോയി പിഞ്ഞാണത്തപ്പം ഓട്ടിറോണി പെട്ടിയപ്പം. അപ്പങ്ങൾ പലതരം കൊടുത്തമ്മായി അലങ്കാരം മികച്ച മൽ കൊടുത്ത മൂലം. അപ്പങ്ങൾ പലതരം കൊടുത്തമ്മായി അലങ്കാരം മികച്ച മൽ കൊടുത്ത മൂലം. പൂരം ഇട്ട് തരം അപ്പം കൊടുത്തമ്മായി കൂടൽ കടി മിടുക്കിനും മഹബത്തിനും. പൂരം ഇട്ട് തരം അപ്പം കൊടുത്തമ്മായി കൂടൽ കടി മിടുക്കിനും മഹബത്തിനും. ഉണ്ട് വന്നം മത്തര കിസ്കിയ ബന്നം പോള കടുന്തടി അപ്പം പൊന്നു പതിർന്നു മുട്ട മറിച്ചത് മിന്നറി പോലിലും ഇന്ന മുസാര. നികുതിയിലത്തപ്പം കുലുസിയപ്പം മികവുള്ള തവാവപ്പം മുടച്ചിരപ്പം. നികുതിയിൽ തലത്തപ്പം കുലുസിയപ്പം മികവുള്ള തവാവപ്പം മുടച്ചിരപ്പം. മറ്റു മതത്തിൽ
പത്തിരമുട്ട സുർക്ക ഉറ്റി പണിന്തുള്ള പഞ്ചാര പാറ്റ അറ്റമില്ല പുളിയാള കലാഞ്ഞ് പെറ്റ വെള്ളക്കൽ കപ്പമൊട്ടപ്പം തകർത്തും പോയി മുറമ്പയും തുറുക്കി പത്തിൽ തരം കോഴി മുഴുവനും ബലാപ്പവും തകർത്തും പോയി മുറമ്പയും തുറുക്കി പത്തിൽ തരം കോഴി മുഴുവനും ബലാപ്പവും തകർത്തും പോയി മുറമ്പയും തുറുക്കി പത്തിൽ തരം കോഴി മുഴുവനും ബലാപ്പവും. മാഷ ഇത് ഈ പാട്ടും അപ്പങ്ങളെ പറ്റിയുള്ള മറ്റൊരു ആഖ്യാനമായി എനിക്ക് തോന്നുന്നു. സിനിമയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത്തരം സിനിമയിലും നാടകങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. അതായത് രാഘവ മാസ്റ്ററുടെ ഒരു പാട്ട് നാടകത്തിലൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നോണ്ട് ഞാനിപ്പോൾ കുറച്ച് വരികൾ പാടാം. അമ്മായി നൽകും മുഖപത്തിൻ വിരുന്ന് നന്നായി ബേച്ച് സുഖി ചോളിൻ കോഴിക്കൊട്ടലുവ മുറിച്ച് വെച്ച് പിന്നെ കോഴീനെ നിർത്തി പൊരിച്ച് വെച്ച് കോഴിക്കൊട്ടലുവ മുറിച്ച് വെച്ച് പിന്നെ കോഴീനെ നിർത്തി പൊരിച്ച് വെച്ച് ബിരിയാണി നെയ്ച്ചോറ് കുറുമ വെച്ച് ഇടിയപ്പം പാലപ്പം ചുട്ടുവെച്ച് ഇടിയപ്പം പാലപ്പം ചുട്ടുവെച്ച് അമ്മായി നൽകും മുഖപത്തിൻ വിരുന്ന് നന്നായി വേയിച്ച് സുഖിച്ചോളിൻ. അപ്പപ്പാട്ട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംസ്കാരത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല എന്ന് മാഷ് പലപ്പോഴും അതിനെപ്പറ്റി എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റ് മേഖലകളിലേക്ക് മറ്റു മതസ്ഥരുടെ അല്ലെ മറ്റ് സംസ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ ആ പാട്ടുകൾ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ആ പാട്ടുകളുടെ ഈണങ്ങളുടെ വന്നുള്ള വൈവിധ്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു മാഷക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഹൈന്ദവരുടെ ഇടയിൽ പഴയ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മണവാട്ടിയുടെ വീട്ടിൽ നിന്ന് മണവാളൻ്റെ വീട്ടിലേക്ക് അപ്പങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് അത് കണ്ടിട്ടുണ്ട്. വലിയ ബാണമായിട്ട് പോകുന്നത് വലിയ അതിന് വാതിൽ തുറപ്പാട്ട് എന്നാ പറയാ. വാതിൽ പോവാന്ന് പറയും ഞങ്ങൾ ആ ഭാഗത്തൊക്കെ. പിറ്റേ ദിവസം പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും കൂടി വലിയ അപ്പച്ചുമടുകളുമായിട്ടാണ് പോവുക. അതിന് വാതിൽ പോവുക എന്നാണ് ഞങ്ങളവിടെ നാട്ടുമ്പുറത്ത് പറഞ്ഞിരുന്നത്. ഞങ്ങൾ മുസ്ലിംകളുടെ ഇടയിൽ അതിന് പുതുക്കം പോവുക എന്ന് പറയും. പുതുക്കം എന്ന് പറയും. അതിന് ഇവർ വാതിൽ പോവുകയെന്നായിരുന്നു. അതിന് ആ പാട്ടിൻ്റെ പേരാണ് വാതിൽ തുറപ്പാട്ട്. ഇതിൻ്റെ ഈണവും മാപ്പിളപ്പാട്ടിലെ ഒപ്പനയും തമ്മിൽ സാമ്യമുണ്ട്. വെള്ളുണങ്ങല്ലരി നന്നായി തകർത്തു ശർക്കര കൂട്ടി പെൺമിഴി മാരിച്ചു നീരിൽ കുഴച്ചു നന്നായി. വെള്ളുണങ്ങല്ലരി നന്നായി തകർത്തു ശർക്കര കൂട്ടി പെൺമിഴി മാരിച്ചു നീരിൽ കുഴച്ചു നന്നായി. നല്ല നല്ല നറുനെയ്യിൽ വാർത്തെടുത്തിട്ടങ്ങോരോന്നെ നാലുകാതൻ ചരക്കിലും നിറക്കാതിലും നല്ല നല്ല നറുനെയ്യിൽ വാർത്തെടുത്തിട്ടങ്ങോരോന്നെ നാലുകാതൻ ചരക്കിലും നിറക്കാതിലും. വെള്ളുണങ്ങല്ലരി നന്നായി തകർത്തു ശർക്കര കൂട്ടി പെൺമിഴി മാരിച്ചു നീരിൽ